സൂറത്തുർ റഹ്മാൻ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റഹ്മാൻ എന്ന് പറയുന്ന അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ആരംഭിക്കുകയും കരുണ നിറഞ്ഞവനാണ് അവൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു നമുക്കായി, മനുഷ്യർക്കായി, പ്രകൃതിക്കായി, പ്രപഞ്ചത്തിനായി ചെയ്തു തന്നിട്ടുള്ള, ചെയ്തു വച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയുമാണ്. അതിൻ്റെ ഭാഗമായി അല്ലമൽ ഖുർആൻ എന്ന് പറയുന്ന അനുഗ്രഹത്തെയും ഖലഖൽ ഇൻസാൻ എന്ന് പറയുന്ന അനുഗ്രഹത്തെയും അല്ലമഹുൽ ബയാൻ എന്ന് പറയുന്ന അനുഗ്രഹത്തെയുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചത്. ഇന്ന് ഇൻഷാ അല്ലാഹ് 5-6 ആയത്തുകളാണ്, 5-ാമത്തതും 6-ാമത്തതുമായ ആയത്തുകളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. 5-ാമത്തെ ആയത്ത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്നാണ്. 6-ാമത്തത് വന്നജ്മു വശജറു യസ്ജുദാൻ. ഈ 5-6 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നിഅമത്തുകളെയാണ് ആദ്യത്തെ പറയുന്നതിന് മുമ്പ് നമ്മളോട് എടുത്തു പറയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി. 14 നിഅമത്തുകളെ അല്ലാഹു എടുത്തു പറഞ്ഞതിന് ശേഷമാണ് ആദ്യമായി ഫബി ഐ അലായി 31 തവണയാണ് ഈ സൂറത്തിൽ ഫബി ഐ അലായി ചോദിക്കുന്നത്. അതിൽ ആദ്യത്തെ ഫബി ഐ അലായി ചോദിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല 14 നിഅമത്തുകളെ നമ്മളോട് എടുത്തു പറയുന്നു. അതിൽ ഒന്നാമത് അല്ലമൽ ഖുർആൻ പറഞ്ഞു, രണ്ടാമത് ഖലഖൽ ഇൻസാൻ പറഞ്ഞു, മൂന്നാമത് അല്ലമഹുൽ ബയാൻ പറഞ്ഞു. 4, 5, 6, 7 അനുഗ്രഹങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നത്. ഇവിടെ ഈ 2 ആയത്തുകൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ സൂറത്ത് സുനായിയായ സൂറത്തുകളിൽപ്പെട്ടതാണ്, അഥവാ ദ്വന്ദ്ങ്ങളായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന സൂറത്താണ്. ഈ സൂറത്തിലെ മിക്കവാറും ആയത്തുകൾ അവസാനിപ്പിക്കുന്നത് ദ്വന്ദ്ങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന അലിഫും നൂനും കൊണ്ടാണ്. അർ-റഹ്മാൻ അലിഫും നൂനാൻ, അല്ലമൽ ഖുർആൻ അലിഫും നൂനാൻ, ഖലഖൽ ഇൻസാൻ അലിഫും നൂനാൻ, അല്ലമഹുൽ ബയാൻ അലിഫും നൂനാൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ അതും അലിഫും നൂനുമാണ്. വന്നജ്മു വശജറു യസ്ജുദാൻ അതും അലിഫും നൂനുമാണ്. ഇങ്ങനെ അലിഫും നൂനും കൊണ്ടാണ് ഇതിലെ മിക്കവാറും ആയത്തുകളും അല്ലാഹു അവസാനിപ്പിക്കുന്നത്. അത് ഈ സൂറത്ത് സുനായിയായ സൂറത്തുകളാണ്. അല്ലാഹു ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ പറയുകയാണെങ്കിലും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിലും ദ്വന്ദ്ങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അവതരണ രീതി ഈ സൂറത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയും. 5-ാമത്തെ ആയത്തിൽ 2 സാധനങ്ങൾ പറയുന്നു, അശ്ശംസു വൽ ഖമറു. 6-ാമത്തെ ആയത്തിലും 2 പറയുന്നു, വന്നജ്മു വശജറു. ഇങ്ങനെ ഈ സൂറത്തിൽ ഉടനീളം നമ്മൾ പറഞ്ഞതുപോലെ അല്ലാഹു അനുഗ്രഹങ്ങളെ നിരാകരിക്കുന്നതിനെ സംബന്ധിയായ ചോദ്യം ഉന്നയിക്കുമ്പോഴും ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ, നിങ്ങൾ 2 പേരുടെയും റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾ 2 പേർക്കും നിരാകരിക്കാൻ കഴിയുക. അങ്ങനെയാണ് നമ്മൾ 2 പേരോട് പറയുന്നത്. നമ്മൾ 2 പേർ എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നുകളുമാണ്. അപ്പൊ ഈ സൂറത്ത് മനുഷ്യരോടും ജിന്നുകളോടും സംബോധന ചെയ്യുന്നു. ഈ സൂറത്ത് തസ്നിയെ അല്ലെങ്കിൽ ദ്വന്ദ്വത്തെ സൂചിപ്പിക്കുന്ന അലിഫും നൂനും കൊണ്ട് അവസാനിപ്പിക്കുന്നു.
ഈ സൂറത്ത് സൂര്യനെയും ചന്ദ്രനെയും ഒരുമിച്ചൊരായത്തിൽ പറയുന്നു, നജ്മും ഷജറും മറ്റൊരായത്തിൽ പറയുന്നു, 2 കിഴക്കുകൾ എന്ന് പറയുന്നു, 2 സമുദ്രങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ 2നെ സൂചിപ്പിക്കുന്ന ഒരു ശൈലി ഈ സൂറത്തിൽ പൊതുവെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി തന്നെ ഈ 5-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെയും ചന്ദ്രനെയും പറയുന്നു. നേരത്തെ പറഞ്ഞ ശൈലിയിലല്ല ഇവയെക്കുറിച്ച് പറയുന്നത്. നേരത്തെ പറഞ്ഞത് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ മനുഷ്യന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു, അവൻ മനുഷ്യന് സാഹിതീയത പഠിപ്പിച്ചിരിക്കുന്നു, അങ്ങനെ അവൻ ചെയ്തിരിക്കുന്നു എന്ന നിലയിലാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ചാകുന്നു. സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ചാകുന്നു. ഇതാണ് 5-ാമത്തെ ആയത്ത്. വന്നജ്മു വശജറു യസ്ജുദാൻ, തണ്ടില്ലാത്ത സസ്യങ്ങളും തണ്ടുള്ള സസ്യങ്ങളും സാഷ്ടാംഗം നമിക്കുന്നു. നമുക്കതിലേക്ക് വരാം. 5-ാമത്തെ ആയത്ത് സൂര്യനും ചന്ദ്രനും പ്രത്യേകമായ കണക്കനുസരിച്ചാകുന്നു എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ ശ്രദ്ധേയമായ, നമ്മളോട് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന 2 ദൃഷ്ടാന്തങ്ങളാണ് സൂര്യനും ചന്ദ്രനും. 33 തവണ സൂര്യനെക്കുറിച്ചും 27 തവണ ചന്ദ്രനെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. സൂര്യനെക്കുറിച്ച് മാത്രം അശ്ശംസ് എന്ന പേരിൽ ഒരു അധ്യായമുണ്ട്. ചന്ദ്രനെക്കുറിച്ച് മാത്രം അൽ ഖമർ അഥവാ ചന്ദ്രന്റെ പേരിൽ തലക്കെട്ടിൽ അൽ ഖമർ എന്ന് പറയുന്ന അധ്യായമുണ്ട്. ഈ 2 സൃഷ്ടികൾക്കും പ്രത്യേകമായി അധ്യായം, അവയുടെ തലക്കെട്ടിൽ അധ്യായം നിശ്ചയിച്ചതിലൂടെയും 33 തവണ സൂര്യനെയും 27 തവണ ചന്ദ്രനെയും പരാമർശിക്കുന്നതിലൂടെയും ഈ 2 ദൃഷ്ടാന്തങ്ങൾ മനുഷ്യരുമായി എന്തുമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നും എന്തുമാത്രം വലിയ ദൃഷ്ടാന്തങ്ങളാണ് അവ സൃഷ്ടാവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് എന്നുമുള്ള സന്ദേശമാണ് ഇത്രയും തവണ ആവർത്തിച്ചുള്ള പരിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും പടച്ചു എന്നല്ല പറയുന്നത്, മറിച്ച് ഇവിടെ പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്നാണ്. സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ചാകുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും കണക്കിനെ കുറിച്ചാണ്, അവയെ സൃഷ്ടിച്ചു വെച്ച അതിന്റെ കൃത്യമായ കാൽക്കുലേഷനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അനുഗ്രഹമായി പ്രത്യേകമായി എണ്ണി പറയുന്നു. നമുക്കറിയാം, നമ്മൾ അധിവസിക്കുന്ന ഭൂമി, ഈ ഭൂമിയിലെ ജീവിതം സാധ്യമാകുന്നതിൽ, ഭൂമിയിൽ നമുക്ക് ഉപജീവിക്കാൻ സാധിക്കുന്നതിൽ അതിനിർണായകമായ പങ്ക് വഹിക്കുന്ന അള്ളാഹുവിൻ്റെ 2 മഹാസൃഷ്ടികളാണ് സൂര്യനും ചന്ദ്രനും എന്ന് നമുക്കറിയാം. നമ്മളിങ്ങനെ വെളിച്ചത്താണിപ്പോൾ ഇരിക്കുന്നത്. പകൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്രവാളത്തിലുടനീളം ഇപ്പോൾ പകലാണ്. നമ്മുടെ ചക്രവാളം ഉടനീളം പ്രകാശിതമായിരിക്കുകയാണ്. ഒരു വിളക്ക് കത്തിച്ച് ഒരു പ്രദേശത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ മനുഷ്യന് അതിനുവേണ്ടി ചെലവ് വരുന്ന എനർജി വളരെ വലുതാണ്. എത്രമാത്രം വലിയ എനർജിയിൽ പ്രകാശിപ്പിച്ചാലും ആ എനർജിക്കൊരു പരിമിതിയുണ്ട്. മനുഷ്യൻ പ്രകാശിപ്പിക്കുന്ന വിളക്കുകൾക്കൊരു പരിധിയുണ്ട്. നമ്മൾ രാത്രി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോഴും പകൽ ലാൻഡ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാവുന്നതാണ്. രാത്രി നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ പ്രദേശങ്ങളൊന്നും കാണൂല, കുറേ വെളിച്ചം മാത്രമാണ് കാണുക. എയർപോർട്ടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങളിലെ തെരുവുകളിലെ ഒക്കെ വിളക്കുകൾ മാത്രം കണ്ടുകൊണ്ടാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറുള്ളത്. എന്നാൽ പകലിൽ ലാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, പകലിൽ പ്രദേശങ്ങളെ കണ്ടുകൊണ്ടാണ് ലാൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്ക് പകലിൽ പ്രദേശങ്ങളെ കാണാൻ കഴിയുന്നു? മനുഷ്യൻ എത്രമേൽ വലിയ പ്രകാശ സ്രോതസ്സുകളെ, ബൾബുകളെ, ലൈറ്റുകളെ സ്ഥാപിച്ചാലും പടച്ച റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ഈ പ്രകാശത്തെ അതിജയിക്കാൻ ഒരു കാലത്തും മനുഷ്യന് സാധിക്കില്ല. ഇന്ന് വരെ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച ആകെ ഊർജം, ലോകത്ത് ഇന്ന് വരെ മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച ആകെ ഊർജം 1 സെക്കൻഡിൽ സൂര്യൻ പുറത്തേക്ക് വിടുന്നുണ്ട് എന്നാണ്. ഇന്ന് വരെ മനുഷ്യൻ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം ഊർജം ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ അത്രയും ഊർജത്തെ 1 സെക്കൻഡിൽ പുറത്തേക്ക് വമിപ്പിച്ചുകൊണ്ടാണ് മനുഷ്യർക്ക് ആവശ്യമായ വെളിച്ചത്തെ സൂര്യൻ ഒരുക്കുന്നത്.
ഹൈഡ്രജൻ ഹീലിയമായി മാറുമ്പോൾ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന പ്രക്രിയക്കിടയിൽ രൂപപ്പെടുന്ന ചെറിയ മാസ്, അതിൻ്റെ എനർജി കാരണമാണ് ഈ ഭൂമിയിൽ നമുക്കാവശ്യമായ ഇത്രയും എനർജി ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പടച്ചറബ് ഭൂനിവാസികൾക്ക് ആവശ്യമായ ഊർജ സ്രോതസ്സായി പടച്ചു വെച്ച സൂര്യൻ എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിൽ നിന്ന്, നമ്മൾ അധിവസിക്കുന്ന ഭൂമിയിൽ നിന്ന് 150 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വിളക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 150 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്ന സൂര്യൻ ഇപ്പോൾ അവിടെ ഉള്ള സൂര്യൻ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ പുറപ്പെട്ട വെളിച്ചത്തെയല്ല നമ്മൾ കാണുന്നത്. ഏകദേശം ഒരു 8-10 മിനിറ്റ് മുമ്പ് പുറപ്പെട്ട ആ സൂര്യന്റെ വെളിച്ചത്തെ മാത്രമാണ് നമ്മൾ കാണുന്നത്. അഥവാ പ്രകാശത്തിന് സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് സഞ്ചരിച്ച് ഇവിടെ എത്താൻ ഏകദേശം 10 മിനിറ്റോളം സമയം വരും എന്ന് പറയുമ്പോൾ പ്രകാശമാണല്ലോ വേഗതയുടെ മാനദണ്ഡമായി, വേഗതയെ മനസ്സിലാക്കാനുള്ള അളവുകോലായി നമ്മൾ മനസ്സിലാക്കാറുള്ളത്. പ്രകാശത്തിന്റെ വേഗത അതാണ് ഏറ്റവും വലിയ വേഗത, അല്ലെങ്കിൽ വേഗതയുടെ അളവുകോൽ അതാണ്. ആ പ്രകാശത്തിന് ഇവിടെ എത്തണമെങ്കിൽ ഏകദേശം 10 മിനിറ്റോളം സമയം വരും എന്ന് പറയുമ്പോൾ അതൊക്കെ വെച്ച് മനുഷ്യൻ കണക്കൂട്ടിയതാണ്. ഏകദേശം 150 കോടി കിലോമീറ്റർ അപ്പുറത്താണ് ഭൂമിയേക്കാൾ 100 ഇരട്ടി, കൃത്യമായി പറഞ്ഞാൽ 107 ഇരട്ടി ഭൂമിയേക്കാൾ വലിപ്പമുള്ള സൂര്യൻ, 150 കോടി കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ അകലത്തിൽ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. അത് അകലം ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കറക്കം മാറുന്നതിനനുസരിച്ച്, കറക്കത്തിന്റെ ധ്രുവങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് ചില കാലങ്ങളിൽ 150 എന്നുള്ളത് 140 വരും, 150 അപ്പുറത്തേക്കും പോകും. അത് കൃത്യമായ ഒരു കണക്കിലാണ്, ബിഹുസ്ബാൻ. അതിന് കൃത്യമായ കണക്കുണ്ട്. അത് കാലാവസ്ഥയുമായി, ഭൂമിയിലെ കാലാവസ്ഥയുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. കാലാവസ്ഥയെക്കുറിച്ച് നമുക്ക് റബ്ബുൽ മശ്രിഖൈൻ റബ്ബുൽ മഗ്രിബൈൻ എന്ന് പറയുന്ന ഈ സൂറത്തിലെ തന്നെ ആയത്തുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമി തന്നെ എത്രമാത്രം വിശാലമാണ്, എത്രമാത്രം വലുതാണ്. ഈ ഭൂമിയേക്കാൾ 107 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ 150 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പടച്ചറബ് സ്ഥാപിച്ച് അതിൻ്റെ ആ മാരകമായ ചൂടോ മാരകമായ അതിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളോ ബാധിക്കാത്ത രൂപത്തിൽ ജീവന് അനുഗുണമാകുന്ന ഒരകലത്തിൽ സൂര്യനെ പടച്ചറബ് പടച്ചു വെച്ചത് എന്തുമാത്രം വലിയ അനുഗ്രഹമാണ് എന്നാണ് ബിഹുസ്ബാൻ. സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു കൃത്യമായ കണക്കിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, സൂര്യൻ ഇത്രയും വലിയ, നമ്മളെക്കാൾ ഭൂമിയേക്കാൾ 107 ഇരട്ടി വലിപ്പമുള്ള ഈ സൂര്യൻ, അതിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ സൂര്യൻ ഒരു സെക്കൻഡിൽ, ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ, 1,00,000-ലധികം ഉണ്ട്, ഏകദേശം 1,00,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. 1,00,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൃഷ്ടിയാണ് സൂര്യൻ. നമ്മുടെ സാധാരണ ഒരു വാഹനം 70, 80, 100 ഒക്കെ സ്പീഡിൽ 1 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കാറുണ്ട്. ആ വേഗത നമുക്കറിയാം. എന്നാൽ 1,00,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ ഒരു വാഹനമാണ് സൂര്യൻ. അങ്ങനെ ഒരു വാഹനത്തിൽ നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂര്യൻ 1,00,000 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഞ്ചരിക്കാതിരിക്കുകയാണോ? അല്ല, സൂര്യന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുകയാണ്. ഇതാണ് അശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യന്റെ കൂടെ നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. സൂര്യൻ ഇത്രയും കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യന്റെ കൂടെ നമ്മളും ഓടുന്നുണ്ട്. അഥവാ നമ്മെ വഹിച്ചുകൊണ്ട് ഭൂമിയും ഓടുന്നുണ്ട്. സൂര്യന്റെ കൂടെ ഉള്ള ഓട്ടമാണത്. സൂര്യന്റെ കൂടെ ഓടുമ്പോൾ സ്വയം ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു സഞ്ചാരം നടത്തുന്നുണ്ട്. സൂര്യന്റെ കൂടെ 1,00,000 കിലോമീറ്റർ വേഗതയിൽ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്, നമ്മളെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. ആ സഞ്ചാരത്തിന് പുറമെയാണ് സെക്കൻഡിൽ 1684 സംതിങ് കിലോമീറ്റർ, പിന്നെ ഒരു മണിക്കൂറിൽ വേഗതയിൽ ഭൂമി സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ ഭൂമി സൂര്യനെ വലയം വെക്കുന്നുണ്ട്. ഭൂമി സൂര്യനെ വലയം വെക്കുന്നതോടൊപ്പമാണ് സൂര്യനോടൊപ്പം ഈ 1,00,000 കിലോമീറ്റർ
വേഗതയിൽ സഞ്ചരിക്കുന്നത്. അവിടെയാണ് ബിഹുസ്ബാൻ എന്ന് പറയുന്ന പരാമർശത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുമിച്ച് ആ വാഹനത്തിലായി സൂര്യൻ മാത്രം സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സൂര്യനെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എല്ലാം ചേർന്നൊരു വണ്ടിയായിട്ടാണ് പോകുന്നത്. അല്ലാതെ സൂര്യൻ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കല്ല. സൂര്യനുണ്ട്, സൂര്യന്റെ കൂടെ ഉള്ള 8 ഗ്രഹങ്ങളുണ്ട്, 8 ഗ്രഹങ്ങൾക്കിടയിലുള്ള ഉപഗ്രഹങ്ങളുണ്ട്. ഇവയെല്ലാം ചേർന്നൊരു വണ്ടി, അതാണ് നമ്മുടെ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, സൗരയൂഥം എന്ന് പറയുന്നത്. ഒരു നക്ഷത്രം സഞ്ചരിക്കുന്നു എന്നതിനർത്ഥം ആ നക്ഷത്രം മാത്രം പോകുന്നു എന്നല്ല. ആ നക്ഷത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റ് സെലസ്റ്റിയൽ ബോഡീസും ഒന്നടങ്കം ഒരു വണ്ടിയായി 1,00,000 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ അത് സഞ്ചാരം നിർവഹിക്കുകയാണ്. ആ വണ്ടിക്കുള്ളിലുള്ള സഞ്ചാരമാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം. ഏതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ സഞ്ചാരത്തെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ സഞ്ചരിക്കുന്നുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും, അതേപോലെയാണ് സൗരയൂഥത്തിൽ നിന്നുകൊണ്ട് ഭൂമി സഞ്ചരിക്കുന്നത്. സൗരയൂഥം ഒന്നടങ്കം സഞ്ചരിക്കുമ്പോ ആ സഞ്ചാരത്തിനുള്ളിൽ വെച്ചുകൊണ്ടൊരു വണ്ടിക്കകമേ നിന്നുകൊണ്ട് ഭൂമി അടക്കമുള്ള ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളത് കൃത്യമായി ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കും. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഈ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്നതിനെ കുറിച്ചോ ഒന്നിനെക്കുറിച്ചും യാതൊരു ആകുലതകളോ വ്യാകുലതകളോ അതിനെക്കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ലാതെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമുക്കറിയില്ല നമ്മളിങ്ങനെ എത്രയോ സഞ്ചരിക്കുന്ന വാഹനത്തിലാണ് എന്ന്. എന്നാൽ നമ്മയും വഹിച്ച് ഭൂമി ഈ പറയുന്ന 1600 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ നമ്മുടെ ഭൂമി സഞ്ചരിക്കാൻ. എവിടെയാ സഞ്ചരിക്കുന്നത്? ഒരു വണ്ടിന്റെ ഉള്ളിലാ സഞ്ചരിക്കുന്നത്, പുറമേയല്ല, ഒരു വണ്ടിന്റെ ഉള്ളിൽ. ആ വണ്ടിയുടെ പേരാണ് സോളാർ സിസ്റ്റം. ഭൂമി കറങ്ങുമ്പോൾ ഭൂമിയുടെ വായു കൂടി കറങ്ങുന്നുണ്ട്. ഭൂമി മാത്രമല്ല, ഭൂമി കറങ്ങുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭൂമി മാത്രമാണോ കറങ്ങുന്നത്? അങ്ങനെയാണെങ്കിൽ ഫ്ലൈറ്റ് മെല്ലെ പറന്ന് പൊങ്ങി നിന്നാൽ അടുത്ത കുറച്ച് സമയം നിൽക്കുമ്പോഴേക്ക് അടുത്ത സ്ഥലത്താണല്ലോ. അങ്ങനെയല്ല, ഭൂമിയും ഭൂമിയുടെ വ്യത്യസ്ത മണ്ഡലങ്ങൾ, സ്ഫിയേഴ്സ് എല്ലാം അടക്കമാണ് സഞ്ചരിക്കുന്നത്. ഇതെല്ലാം സഞ്ചരിക്കുന്നതോ ഈ വണ്ടിയുടെ സൗരയൂഥം എന്ന് പറയുന്ന വണ്ടിയുടെ ഉള്ളിൽ വെച്ച്. അത്യത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളിവിടെ വെറുതെ ഇരുന്നിങ്ങനെ പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സൂര്യനെയും ചന്ദ്രനെയും കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. റബ്ബിനെ അറിയാൻ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, നിങ്ങൾ ചക്രവാളത്തിലേക്ക് നോക്കിയാൽ മതി, ദൃഷ്ടാന്തങ്ങൾ അവിടെ തന്നെ കാണുമെന്ന് റബ്ബ് പറഞ്ഞത് അതുകൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റാൽ നമ്മളോട് ഇന്നാ ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ആകാശത്തേക്ക് നോക്കണം. അതാണ് ഇസ്ലാം പറയുന്നത്. ആദ്യം ആകാശത്തേക്ക് നോക്കണം, എന്നിട്ട് സൂറത്ത് അൽ ഇമ്രാനിലെ ഈ ആയത്തുകൾ ഓതണം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈൽ. ഇതാ രാത്രി പോയി പകല് വരികയാണ്, പകല് പോയി ഇനി രാത്രി വരും. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂറത്ത് അൽ ഇമ്രാനിലെ 191 മുതൽ 194 വരെയുള്ള ആയത്തുകൾ രാവിലെ എഴുന്നേറ്റാൽ ആകാശത്തേക്ക് നോക്കിയിട്ട് ഓതൽ സുന്നത്താണ് എന്നാണ് നമ്മുടെ ഫിഖ് പഠിപ്പിക്കുന്നത്. കാരണം അത് മതി പടച്ച റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ, അത് മതി പടച്ച റബ്ബിനെ കുറിച്ച് വിചാരിക്കാൻ. ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമുക്ക് വെളിച്ചം നൽകുന്ന ഒരു നക്ഷത്രം. ഇങ്ങനെ ഒന്നിനു ശേഷം 21 പൂജ്യം ഇട്ടാൽ എത്രയാണോ ഉണ്ടാവുക അത്രയും നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒന്നിനു ശേഷം 21 പൂജ്യം ഇട്ടാൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു സംഖ്യ സാധാരണയായി വായിക്കാറില്ല. ഒന്നിനു ശേഷം 3 പൂജ്യം ഇട്ടാൽ 1000 എന്നറിയാം, ഒരു പൂജ്യം കൂടി ഇട്ടാൽ 10,000 എന്നറിയാം, പിന്നെ ഒരു പൂജ്യം ഇട്ടാൽ 1,00,000 എന്നറിയാം. കുറച്ചും കൂടി ആളുകൾക്ക് പിന്നെ മില്യണും ബില്യണും കോടിയൊക്കെ അറിയായിരിക്കും. സാധാരണ രീതിയിൽ ഇത്രയൊക്കെ നമ്മൾ പറയും. എന്നാൽ സെക്സ്ട്രില്യൺ എന്നാണ് ഒന്നിനു ശേഷം 21 പൂജ്യം ഇട്ടാലുള്ള സംഖ്യയെ വായിക്കാറുള്ളത്. നമുക്ക് ഉപയോഗത്തിലില്ലാത്തത് കൊണ്ട്, ആരുടെ കയ്യിലും അത്രയൊന്നും പൈസയും ഇല്ലാത്തത് കൊണ്ട് സെക്സ്ട്രില്യൺ എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മളൊന്നും പൊതുവെ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്രയും നക്ഷത്രങ്ങളെയാണ് മനുഷ്യൻ ഇന്ന് വരെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്, ഉണ്ട് എന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത്. അഥവാ ഉണ്ട് എന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നത്. അതിലെ ഒരു നക്ഷത്രം മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ സൂര്യൻ. ആ സൂര്യന്റെ വലിപ്പമാണ് ഭൂമിയേക്കാൾ 100 ഇരട്ടി എന്ന് പറഞ്ഞത്. ആ സൂര്യനാണ് ഈ ഭൂമിയിൽ നിന്ന് 150 കോടി കിലോമീറ്റർ അകലെ എന്ന് പറഞ്ഞത്. ആ 150 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യൻ
ഈ സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. സോളാർ സിസ്റ്റം എന്നത് മൊത്തം ഒരു വണ്ടിയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വണ്ടി ഒന്നടങ്കം 1,00,000 കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ആ വണ്ടിയിൽ 1684 അല്ലെങ്കിൽ 1700ഓളം കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളെ ഭൂമി എന്ന് പറയുന്നത്. നമ്മളെ ഭൂമി സഞ്ചരിക്കുന്നത് ഈ വണ്ടിന്റെ ഉള്ളിലാണ്, സൗരയൂഥം എന്ന് പറയുന്ന വണ്ടിന്റെ ഉള്ളിലാണ്. അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്, സൗരയൂഥം എന്ന് പറയുന്ന വണ്ടിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമയം 24 മണിക്കൂറാവുന്നത്, നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നത്, നമുക്ക് സൂര്യന്റെ എനർജി ലഭിക്കും. ഇതൊക്കെ ഈ വണ്ടിയുടെ ഉള്ളിലുള്ള സഞ്ചാരത്തിലൂടെ പടച്ച റബ്ബ് കണക്കാക്കിയിട്ടുള്ളത്. അതാണ് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ എന്ന് പറയുന്നത്. സൂര്യൻ മാത്രം പോരാ, ചന്ദ്രനും വേണം. സൂര്യനോടൊപ്പം പടച്ച റബ്ബ് ചേർത്തി പറയുന്ന സൃഷ്ടിയാണ് ചന്ദ്രൻ. ചന്ദ്രനാണെങ്കിൽ വളരെ അടുത്താണ്, 3,84,000 കിലോമീറ്റർ, ഒരു 3.5 ലക്ഷം എന്ന് കണക്കൂട്ട ആവറേജ്. കാരണം ചില സമയങ്ങളിൽ ദൂരം കൂടുകയും കുറയുകയും ചെയ്യും. ഭൂമിയുടെ അടുത്ത് നിന്ന് സഞ്ചരിക്കുന്ന സമയമുണ്ട്, കുറച്ച് അകന്ന് സഞ്ചരിക്കുന്ന സമയമുണ്ട്. പരമാവധി അകന്നാൽ 3,84,000 കിലോമീറ്റർ വരെ അകലൂ. 3.5 ലക്ഷം ആവറേജ് കിലോമീറ്റർ മാത്രമാണ് ചന്ദ്രനിലേക്കുള്ളത്. നമ്മളെക്കാൾ ചന്ദ്രനേക്കാൾ 4 ഇരട്ടിയോളം വലിപ്പം നമ്മളെ ഭൂമിക്കുണ്ട്. അപ്പം ചന്ദ്രനേക്കാൾ 400 ഇരട്ടി വലിപ്പമുണ്ട്, ചന്ദ്രനേക്കാൾ 400 ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെല്ലാം ആകാശത്തുള്ള ചില സൃഷ്ടികളായിട്ട് ഇങ്ങനെ കാണുക ചെയ്യുക. പക്ഷെ നിങ്ങൾ നോക്കൂ, നമ്മൾ രാത്രി ഉദയം ചെയ്യുന്ന ചന്ദ്രൻ ആ ചന്ദ്രനേക്കാൾ 4 ഇരട്ടി വലിപ്പം നമ്മുടെ ഭൂമിക്കുണ്ട്. ആ ചന്ദ്രൻ ആണെങ്കിൽ 3.5 ലക്ഷം കിലോമീറ്ററേ അകലമുള്ളൂ. 3.5 ലക്ഷം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഖ്യയൊന്നുമല്ല. ഭൂമിയെ അപേക്ഷിച്ച് അതൊരു വലിയ സംഖ്യയൊന്നുമല്ല, ചെറിയ സംഖ്യയൊന്നുമല്ല. പക്ഷേ സൂര്യനെ അപേക്ഷിച്ച് അത് വളരെ ചെറുതാണ്. 3.5 ലക്ഷം കിലോമീറ്റർ മാത്രമാണ് ചന്ദ്രനിലേക്കുള്ളത്. അവിടെ നിന്ന് നമ്മളിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം നോക്കുമ്പോൾ അത് 150 കോടിയാണ്. 3.5യും 150 കോടിയും തമ്മിലുള്ള വ്യത്യാസം, 3.5 ലക്ഷവും 150 കോടിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള സൂര്യനെയാണ് ചന്ദ്രൻ മറച്ചിട്ട് ഇവിടെ ഗ്രഹണം ഉണ്ടാവുന്നത്. അത് നമുക്കറിയാലോ. ഇത്രയും ആകാരമുള്ള, തന്നേക്കാൾ 400 ഇരട്ടി വലിപ്പമുള്ള സൂര്യന്റെ വെളിച്ചത്തെ ഭൂമിയിലേക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ടാണ് ഭൂമിയിൽ സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോഴാണ് പടച്ചോൻ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് സൂര്യഗ്രഹണത്തിൽ എന്തിനു നിസ്കരിക്കുന്നു? റബ്ബിന്റെ ദൃഷ്ടാന്താണത്. 400 ഇരട്ടി തന്നേക്കാൾ വലിപ്പമുള്ള ഒരു സൃഷ്ടിയെ ഒരു കുഞ്ഞൻ സൃഷ്ടി വന്ന് മറക്കാൻ. കാരണം ബിഹുസ്ബാൻ, പടച്ച റബ്ബിന്റെ ഒരു കണക്കാക്കലാണത്. അവ കറങ്ങുന്ന രീതി, ഒരു വാഹനത്തിനുള്ളിലായി അവ കറങ്ങുന്നത്. ഭൂമിയും അതും തമ്മിലുള്ള അകലം, ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഗ്രഹണം സംഭവിക്കുന്നത്. എന്നതുകൊണ്ടാണ് ഗ്രഹണം സംഭവിക്കുമ്പോൾ അത് പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മളോട് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ പടച്ചു വെച്ച നമ്മെ ഇവിടെ ഉപജീവിക്കാൻ വേണ്ടി, ഈ ഭൂമിയിൽ നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ സംവിധാനിച്ചത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. ചന്ദ്രൻ ഈ 3.5 ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് ചന്ദ്രൻ ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ സമയം 24 മണിക്കൂറായത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തുകൊണ്ട് സമയം 24 മണിക്കൂറായി? ചന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ 24 മണിക്കൂർ ഉണ്ടാവില്ല ഒരു ദിവസം. ചന്ദ്രനാണ് അതിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്ന, അതിന്റെ ഗുരുത്വാകർഷണ ബലം. ചന്ദ്രൻ ഇങ്ങനെ ഭൂമിയെ സ്പീഡിൽ കറങ്ങുന്നതിനെ ഒന്ന് ചുരുക്കി പിടിക്കുന്നത് കൊണ്ടാണ് 24 മണിക്കൂറുള്ള ദിവസങ്ങളായി നമ്മൾ ഭൂമിയിലെ ദിവസങ്ങൾ ക്രമീകൃതമായത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അത് എടുത്ത് എണ്ണി നമ്മളോട് പറയാണ്. സൂര്യനും ചന്ദ്രനും അത് കൃത്യമായ ഒരു കണക്കിലാണുള്ളത്. അത് മാത്രമല്ല, നമുക്കറിയാം സൂര്യൻ ഈ കൃത്യമായ കണക്കിൽ ഉള്ളത് കൊണ്ടാണ്, ഈ അകലം ഉള്ളത് കൊണ്ടാണ് ആവശ്യമായ കിരണങ്ങൾ മാത്രം ഭൂമിയിലേക്ക് വരുന്നത്. വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. വെളിച്ചം ഈ ഭൂമിയിൽ, പകലിൽ ആരും വെളിച്ചത്തിന്റെ സ്രോതസ്സിനെ പറ്റി ചിന്തിക്കാറില്ല. നമ്മൾ ഇത്രയും മനോഹരമായി പ്രകൃതി കാണുന്നത് പടച്ച റബ്ബ് 150 കോടി കിലോമീറ്ററുകൾ ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ചു വെച്ചത് കൊണ്ടാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ പ്രകൃതിയെ സുന്ദരമായി കാണുന്നത്,
ഈ ഹരിത ഭംഗിയെ ആസ്വദിക്കുന്നത്. അതൊക്കെ പടച്ചോൻ ഒരു 150 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊരു സൃഷ്ടിച്ചു വെച്ചത് കൊണ്ടാണ് എനിക്ക് ഈ പ്രകൃതിയെ അനുഭവിക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കാറില്ല. അത് ആലോചിക്കാനാണ് നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമോ ഈ സൂര്യനെ? നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമോ അതിന്റെ വെളിച്ചത്തെ? നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമോ അതിനെ സൃഷ്ടിച്ചു വെച്ച അകലത്തിന്റെ കൃത്യതയെ? നിങ്ങൾക്ക് നിരാകരിക്കാൻ കഴിയുമോ അത് കറങ്ങുന്നതിന് കണക്കാക്കപ്പെട്ട വേഗതയെ? അതിന്റെ വേഗതയും ഭൂമിയുടെ ഓരോ വേഗതയും തമ്മിലുള്ള അന്തരങ്ങളെ ഇതൊക്കെ പടച്ച റബ്ബ് ഇത്രയും കൃത്യതയിൽ കണക്കാക്കിയിട്ടില്ലെങ്കിൽ, കഴിഞ്ഞ വർഷം ആ ഒരു കുട്ടി ഫിസിക്സിൽ പിന്നെ വലിയ ഗ്രാൻഡ് ഒക്കെ കിട്ടിയതോ, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാൻഡ് ഒക്കെ കിട്ടിയ ഒരു കുട്ടി, ആ കുട്ടി പറയുന്നുണ്ടല്ലോ, ഹെബൽ എന്ന് പറയുന്ന കുട്ടി, ഹാബിയിൽ നിന്നാണ് കുട്ടിയുടെ പേര് എന്നാണ് പറഞ്ഞത്. ആ കുട്ടിയോട് ചോദിക്കാണ്, പിന്നെ പ്രപഞ്ചത്തെ കുറിച്ച് ചോദിക്കാൻ, പിന്നെ സൃഷ്ടാവിനെ കുറിച്ച് ചോദിക്കാൻ. അപ്പൊ ആ കുട്ടി പറയുന്നത് ഈ അകലത്തെ കുറിച്ചാണ്, ഈ ഹുസ്ബാനെ കുറിച്ചാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലം, അതുപോലെ തന്നെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ അകലം ഇത്രയും കൃത്യതയിൽ അതിന്റെ സഞ്ചാരവും ക്രമീകൃതമായിട്ടില്ലെങ്കിൽ ഭൂമിയിൽ എങ്ങനെ ജീവനുണ്ടാകും? ഭൂമിയിൽ എങ്ങനെ ജീവനുണ്ടാകും? മനുഷ്യനെങ്ങനെ ജീവിക്കാൻ സാധിക്കും? മനുഷ്യനെങ്ങനെ ഉണ്ടാകും? അപ്പം പിന്നെ ഇത് യാദൃശ്ചികമായി ഉണ്ടായതാണ് എന്നെങ്ങനെയാണ് പറയാ? അത് തന്നെയല്ലേ ദൈവത്തിന്റെ തെളിവ്? എന്നാ കുട്ടി പറയുന്ന വീഡിയോ വൈറലായിരുന്നു. ഈ കൃത്യതയാണ് പ്രധാനം. പടച്ചറബ് പടച്ചു വെച്ച ഈ കൃത്യത. അപ്പുറത്ത് പലതും ഉണ്ട്. അപ്പുറത്ത് ഈ പറയുന്ന ഇതൊരു നക്ഷത്രവും ഒരു വണ്ടിയും മാത്രമാണ്. അതിനപ്പുറത്ത് ഈ പറയുന്ന 6 ട്രില്യൺ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളൊക്കെ പുറമെയാണ്. അവയിലൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നു അല്ലാഹു ആലം, അള്ളാഹുവിന് മാത്രമേ അറിയൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് നമ്മളോട് ബന്ധപ്പെട്ട സാധനങ്ങളെ പറ്റി ആലോചിക്കാനാണ്. അത് തന്നെ ആലോചിച്ചാൽ എങ്ങനെ തീരാനാണ്? അത് തന്നെ സൂര്യന്റെ അടുത്തേക്ക് ഒരു വോയേജർ എന്ന് പറയുന്ന ഒരു സാധനത്തെയാണ് ഇതുവരെ മനുഷ്യൻ ആകെ പറഞ്ഞയച്ചത്. മനുഷ്യൻ അങ്ങോട്ട് പോകാനൊന്നും കഴിയില്ല. മനുഷ്യൻ അതിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യൻ കരിഞ്ഞു പോകും. അത്രമാത്രം അത്യുഷ്ണമാണ് അവിടെ ഉള്ളത്. അത്രമാത്രം കഠോരമായ ചൂടാണ് അവിടെ ഉള്ളത്. ആ ചൂടൊന്നും ഭൂനിവാസികളെ ബാധിപ്പിക്കാതെ ആ ചൂടിനെയൊക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളാക്കി മാറ്റി നിർത്തുന്ന രൂപത്തിൽ ഉദയാസ്തമാനങ്ങൾ സംവിധാനിച്ച്, നമുക്ക് റബ്ബുൽ മശ്രിഖ് പറയുമ്പോൾ കാലാവസ്ഥകളെ കുറിച്ച് പറയാം. കാലാവസ്ഥ ക്രമീകൃതമാകുന്നതിൽ സൂര്യന്റെ ഈ അകലവും സഞ്ചാരവും ഭൂമിയുടെ ചെരിവ് പോലും, ഭൂമിയെ കുറിച്ച് നമുക്ക് പ്രത്യേകം പറയാനുണ്ട്. ആ സമയത്ത് അത്തരം കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും കൃത്യമായ കണക്കനുസരിച്ച്, ബിഹുസ്ബാനിൻ നക്കിറ എന്ന് പറയും അറബിയിൽ. മൈരിഫിയായിട്ടും ഒരു വാക്ക് പറയാം, നക്കിറയായിട്ടും പറയാം. നക്കിറയായിട്ട് പറഞ്ഞാൽ എന്തെന്ന് മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന കണക്ക് എന്നാണ്. മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന കണക്ക്. ഈ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ആവശ്യമായ കിരണങ്ങൾ മാത്രം ഭൂമിയിലേക്ക് പതിക്കുന്നു. നമുക്കറിയാം ഭക്ഷണം, നമുക്കെങ്ങനെയാ ഭക്ഷണം കിട്ടുന്നത്? നമുക്ക് ഭക്ഷണം കിട്ടുന്നത് 150 കോടി കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഈ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെടികൾ പ്രകാശ സംശ്ലേഷണം നടത്തിയപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും ഭക്ഷണം കിട്ടിയത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കാനാണ് പടച്ചോൻ ഇത് പറയുന്നത്. എന്ന് ചോദിക്കുന്നത്. ചായ കുടിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 150 കോടി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പടച്ചോൻ സൃഷ്ടിച്ചു വെച്ച ഒരു സൃഷ്ടിയിൽ നിന്ന് പ്രകാശ സംശ്ലേഷണം സ്വീകരിച്ച ഒരു ചെടിയുടെ നുള്ളുകൊണ്ടാണ് എൻ്റെ ചായക്ക് രുചിയുണ്ടായത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ, നമ്മൾ പല വിധേനയുള്ള ഭക്ഷ്യ വസ്തുക്കളെ ഉള്ളിലേക്ക് ആഹരിക്കുമ്പോൾ 150 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് ബിഹുസ്ബാൻ, പ്രത്യേകമായ കണക്കനുസരിച്ച് റബ്ബ് സൃഷ്ടിച്ചു വെച്ച സൃഷ്ടിയിൽ നിന്നുള്ള വെളിച്ചത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം ചെയ്ത് ഊർജം ഉൽപ്പാദിപ്പിച്ച് ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഞാൻ ഈ കഴിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് അല്ലാഹു ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, റബ്ബ് ചെയ്തു തന്ന ഈ സൂര്യൻ, അതിന്റെ കണക്ക്, അതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് നിരാകരിക്കാൻ കഴിയുക എന്ന് പടച്ച റബ്ബ് പറയുന്നത്.
നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ രാവും പകലുമായി 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതിന്റെ രാത്രിയിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ചെറിയൊരു ഡിം ലൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. അതേപോലെ പ്രപഞ്ചത്തിലെ ജന്തുക്കൾക്കൊരു ഡിം ലൈറ്റ് ആയിട്ട് പടച്ചോൻ സൂര്യനിൽ നിന്ന് സൂര്യനെ ഭൂമിയിലേക്ക് 28 ദിവസം കൊണ്ട് ഭൂമിയെ 29 ദിവസം കൊണ്ട് ഭൂമിയെ വലയം വെക്കുകയാണ് ചന്ദ്രൻ. അങ്ങനെ വലയം വെക്കുന്നതിനിടയിൽ സൂര്യന്റെ വെളിച്ചത്തെ സ്വീകരിച്ച് ഭൂമിയിലേക്ക് റിഫ്ലക്ട് ചെയ്ത് രാത്രിയിൽ ഒരു ഡിം ലൈറ്റ്, രാത്രി ഇരതേടുന്ന ജന്തുക്കൾ, എന്തൊക്കെ ജന്തുക്കളുണ്ട്, ജീവജാലങ്ങളുണ്ട് ഈ ഭൂമിയിൽ. രാത്രിയിലെ ജന്തുക്കൾക്ക് ഇരതേടാൻ തക്ക രൂപത്തിൽ ഡിം ലൈറ്റ് നൽകി. എന്നാൽ മനുഷ്യന്റെ തലച്ചോറിനെ അപകടകരമായിട്ടുള്ള രശ്മികളുടെ സ്വാധീനം കുറച്ചിട്ട് ഭൂമിയിലേക്ക് സൗന്ദര്യമുള്ള വെളിച്ചത്തെ രാത്രിയിൽ സമ്മാനിക്കുന്ന ചന്ദ്രൻ നിർവഹിക്കുന്ന ദൗത്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. രാത്രിയിൽ സൂര്യന്റെ വെളിച്ചം അങ്ങനെ തന്നെ ഇങ്ങോട്ടൊരു കണ്ണാടിയിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ വന്നാലോ മനുഷ്യന്റെ തലച്ചോറ് വർക്ക് ചെയ്യൂല. മനുഷ്യന്റെ തലച്ചോറിന് വിശ്രമം വേണ്ടത് രാത്രിയിലാണ്. ആ രാത്രിയിൽ തീക്ഷ്ണമായ സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചു വീശാൻ പാടില്ല. അങ്ങനെ കണ്ണിലേക്ക് ആ തീക്ഷ്ണമായ വെളിച്ചം വന്നാൽ തലച്ചോറിന് വിശ്രമം കിട്ടൂല. തലച്ചോറിന് വിശ്രമം കിട്ടണം. അതുകൊണ്ട് വന്നൗമ സുബാത വജഅലൽ ലൈല സകന, രാത്രിയെ സക്കനാക്കി അല്ലാഹു സൃഷ്ടിച്ചു. തലച്ചോറിന് വിശ്രമം നൽകുന്ന രൂപത്തിലുള്ള ഒരു പ്രകൃതം ഈ ഭൂമിയിൽ ഒരുങ്ങി. ആ പ്രകൃതത്തിന് ദോഷം തട്ടാത്ത രൂപത്തിൽ ചെറിയ ഒരു വെളിച്ചം, ഒരു ഡിം ലൈറ്റ്, അത് സൂര്യനിൽ നിന്ന് ആവാഹിച്ച് ചന്ദ്രൻ ഭൂമിയിലെ മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഭൂമിയിലേക്ക് പ്രവഹിപ്പിച്ചു. ഇതാണ് അശംസു വൽ ഖമർ ബിഹുസ്ബാൻ എന്ന് പറയുന്നത്. നമ്മൾ ഉറങ്ങുമ്പോ, സുന്ദരമായി ഉറങ്ങുമ്പോ, രാവിലെ ഉദയം ചെയ്ത രാവിലെ തീക്ഷ്ണമായ രശ്മികൾ പുറത്തുവിട്ട സൂര്യന്റെ ആ പ്രകാശ രശ്മികളുടെ തീക്ഷ്ണതകളില്ലാതെ നമ്മുടെ തലച്ചോറ് വിശ്രമിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, പടച്ചോൻ മറ്റുള്ള ജന്തുജാലങ്ങൾക്ക് വേണ്ടി അതുപോലെ നമ്മുടെ തലച്ചോറിന് കൂടി വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചക്രവാളങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് സൂര്യന് ഈ കൃത്യമായ ചലനം സാധ്യമാക്കിയത് എന്നും, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വണ്ടിയിൽ വെച്ച് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യന്റെ വെളിച്ചം വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പിച്ചുകൊണ്ട് ഈ ഉപജീവിക്കാനുള്ള സൗകര്യം റബ്ബ് സൃഷ്ടിച്ചു തന്നത് എന്നും നമ്മൾ ആലോചിക്കാറുണ്ടോ? ഇല്ലാത്തത് കൊണ്ടാണ് പടച്ചോൻ നമ്മളോട് 14 എണ്ണി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതിനെയാണ് നിരാകരിക്കാൻ കഴിയുക എന്ന് നമ്മളോട് ചോദിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ടോ? മഴ പെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, മേഘമൊക്കെ എത്ര അടുത്താണുള്ളത്, നമ്മളിൽ നിന്ന് വളരെ അകലെ. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ മേഘം നമ്മളെ താഴെയാണ് ഉണ്ടാവുക. പലപ്പോഴും നമ്മുടെ താഴെ മേഘം കാണാറുണ്ട്. അപ്പൊ അത്രയും അടുത്താണ്, വെറും ചില്ലറ കിലോമീറ്ററുകൾക്ക് മുകളിലാണ് മേഘങ്ങളുള്ളത്. ആ മുകളിലേക്ക്, ഇത്രയും കുറച്ച് മുകളിലേക്ക് ആരാണ് മേഘം കൊണ്ടുപോകുന്നത്? അതും ഈ 150 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ വെളിച്ചം, ആ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന എനർജി, അതിൽ നിന്ന് പുറപ്പെടുന്ന വൈദ്യുതോർജം, ആ വൈദ്യുതോർജം ഉപയോഗിച്ചിട്ടാണ് ഭൂമിയുടെ ഉപരിഭാഗത്തുള്ള ജലശേഖരങ്ങളിൽ നിന്ന് വെള്ളം ബാഷ്പീകരിച്ച് കുറച്ച് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങ് സൂര്യന്റെ അടുത്തേക്കൊന്നും കൊണ്ടുപോകുന്നില്ല, മറിച്ച് ഭൂമിയുടെ അല്പം മുകൾ ഭാഗത്തേക്ക് അതിനെ കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട് ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ, പടച്ചോൻ പറയുന്നുണ്ടത്, ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്തിൻ ഫഅൻസൽനാ ബിഹിൽ മാഅ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്. നിങ്ങൾ കാണുന്നില്ലേ സൂര്യൻ ഇങ്ങനെ, സൂര്യൻ കാരണം മടക്കി കൊണ്ടുപോകുന്ന രൂപത്തിൽ ഉപരിഭാഗത്തെ പടച്ചു. ഭൂമിയിലെ വെള്ളം മുകളിലോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെച്ച് അവിടെ നിന്ന് മേഘത്തെ അള്ളാഹു തെളിച്ചു കൊണ്ടുപോകുന്നു. കാറ്റിനെ അയച്ച് മേഘത്തെ തെളിച്ചു കൊണ്ടുപോകുന്നു. മേഘം മഴ ആവശ്യമുള്ള ഇടങ്ങളുടെ ഉപരിഭാഗത്തേക്ക് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ജലത്തുള്ളികൾ ഭൂമിയിലേക്ക് മഴത്തുള്ളികളായി പെയ്തിറങ്ങുന്നു. ആ മഴത്തുള്ളികളോടൊപ്പം ധാതുക്കളും പെയ്തിറങ്ങുന്നു. ആ ധാതുക്കളും ജലവും ഉപയോഗിച്ച് വരണ്ടുണങ്ങിയ ഭൂമി കിളിർക്കുന്നു. കൗതുകകരമായ, കാണാൻ അഴകാർന്ന, മനുഷ്യന് സമാധാനം നൽകുന്ന, പ്രതീക്ഷയും സന്തോഷവും നൽകുന്ന ചെടികൾ മുളച്ചു വരുന്നു. അങ്ങനെയല്ലേ നമ്മൾ ആഹരിക്കുന്നത്? അതും ഈ 150 കോടി കിലോമീറ്ററുകൾക്ക് അകലെ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ജലം മുകളിലോട്ട് കൊണ്ടുപോയി മേഘത്തെ പിന്നെ കാറ്റയച്ച് പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയച്ച് പടച്ചറബ് നമുക്ക് മഴ തരുന്നതും ആ മഴയിലൂടെ സസ്യങ്ങൾ കിളിർക്കുന്നതും എല്ലാം സംഭവിക്കുന്നത് ഈ സൂര്യനെ പടച്ചറബ് പടച്ചു വെച്ചത് കൊണ്ടാണ്.
വേലിയേറ്റവും വേലിയിറക്കൊക്കെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാനുണ്ട്. ഭൂമിയെക്കുറിച്ച് കൂടി സംസാരിക്കും, അത്തരം ഭാഗങ്ങൾ പറയാം. അടുത്ത ആയത്ത്, അഞ്ചാമത്തെ ആയത്താണ് സൂര്യനും ചന്ദ്രനും പറഞ്ഞതെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ പറയുന്നത് വന്നജ്മു വശജറുമാണ്. സൂര്യൻ കാരണം ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന മനുഷ്യന്റെ ആഹാര സ്രോതസ്സിനെയാണ് ആറാമത്തെ ആയത്ത് പറയുന്നത്. ആ ആയത്താണ് വന്നജ്മു വശജറു യസ്ജുദാൻ. നജ്ം എന്ന് പറഞ്ഞാൽ ചെറിയ തണ്ടില്ലാത്ത ചെടികൾക്കാണ് നജ്ം എന്ന് പറയാം. നജ്ം എന്ന് പറഞ്ഞാൽ തണ്ടില്ലാത്ത ചെടികൾ, അതാണ് അതിന്റെ പ്രബലമായ തഫ്സീർ. ചില തഫ്സീറുകളിൽ നക്ഷത്രം എന്ന് നജ്മിന് അർത്ഥം നൽകിയിട്ടുണ്ട്, അതല്ല പ്രബലമായ തഫ്സീർ. വന്നജ്ം എന്ന് പറഞ്ഞാൽ തണ്ടില്ലാത്ത ചെറിയ പുല്ലുകൾ, നമ്മുടെ പശുക്കളും അതുപോലെയുള്ള ജന്തുക്കളൊക്കെ കഴിക്കുന്ന ചെറിയ പുല്ലുകൾ, അതിനാണ് നജ്ം എന്ന് പറയാം. വന്നജ്മു വശജർ, ഷജർ എന്ന് പറഞ്ഞാൽ തണ്ടുള്ള മരങ്ങൾ. നമ്മൾ ചെടികൾ എന്നാണ് ചെറുതിന് പറയാറുള്ളത്. അപ്പൊ ചെടികളും മരങ്ങളും എന്ന് നമുക്കതിനെ അർത്ഥം പറയാം. ചെടികളും, ചെറിയ ചെടികളും, തണ്ടില്ലാത്ത ചെടികളും, തണ്ടുള്ള മരങ്ങളും യസ്ജുദാൻ, അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു. ഇതാണ് ആറാമത്തെ ആയത്ത്. യസ്ജുദാൻ, അവ സാഷ്ടാംഗം നമിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞിട്ട് അവ റബ്ബിന് വിധേയപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ആ ചർച്ച അവസാനിപ്പിക്കുന്നത്. അവ വിധേയപ്പെടുന്നു എന്നതാണ്. അഥവാ ഇവയൊക്കെ നമുക്ക് പല നിലയിലുള്ള പ്രയോജനങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഇവ നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം, എല്ലാ സൃഷ്ടികളും നിർവഹിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൽ ഈ ചെടികളും തണ്ടുള്ള മരങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു എന്ന് അള്ളാഹു പറയും. അത് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ, ആറാമത്തെ ആയത്ത് മാത്രം എടുത്തു പറയുകയാണെങ്കിൽ, തണ്ടില്ലാത്ത ചെടികളും തണ്ടുള്ള മരങ്ങളും റബ്ബിന് സുജൂദ് ചെയ്യുന്നു എന്നാണ്. നമുക്കറിയാം, ഈ സൂര്യന്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് പ്രകാശ സംശ്ലേഷണം നടത്തി നമുക്ക് ഭക്ഷണം തരുന്നു. ആ ഭക്ഷണം തരുന്നു എന്നത് മാത്രമല്ല, അവയൊക്കെ തസ്ബീഹ് ചെല്ലുകയും അവയൊക്കെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. പടച്ച റബ്ബിന് ആരാധിക്കുന്ന സൃഷ്ടികളാണ് ഈ പ്രപഞ്ചത്തിൽ അഖിലം എന്ന പാഠം മനുഷ്യൻ അടിസ്ഥാനപരമായി ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ വിചാരിക്കും നമ്മളാണ് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ടീം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പൊതുവെ മനുഷ്യർക്കുണ്ട്. ഏതുപോലെ നമ്മളാണ് ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. മനുഷ്യൻ മറ്റുള്ള ഇടങ്ങളെ അന്വേഷിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ മനുഷ്യന് സ്വയം ഒരു തോന്നലുണ്ട്, മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തെ കുറിച്ച് മുഴുവൻ പഠിക്കുന്ന ഒരു ജന്തു എന്നാണ്. എന്നാൽ നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് മുഴുവനായി പഠിച്ചിട്ടോ അറിഞ്ഞിട്ടോ പോയിട്ടോ ഒന്നുമില്ല. ചന്ദ്രനിൽ തന്നെ പോയിട്ടുണ്ടോ ഇല്ലേ എന്ന തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുള്ളത് ആകെ ചന്ദ്രനിലാണ്. അത് തന്നെ തർക്ക വിഷയമാണ്. അത് തന്നെ കുറെ കൊല്ലം മുമ്പ് പോയി, പിന്നെ ആരും അങ്ങോട്ട് പോയില്ല. ഇനിയും പോകാനുള്ള പദ്ധതി പോയ രാജ്യങ്ങൾ തന്നെ പുതുതായി ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത് ഈ 3.5 ലക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള ചന്ദ്രനിൽ പോയിട്ടുണ്ടോ എന്ന തർക്കം പോലും ഈ കാലഘട്ടത്തിലും നിലനിൽക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ മനുഷ്യർ വിചാരിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പ്രധാന കഥാപാത്രമാണ് എന്ന്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ പ്രധാന കഥാപാത്രമേ അല്ല. ഈ പ്രപഞ്ചത്തിൽ പടച്ചറബിനെ ആരാധിക്കുന്ന, പടച്ചറബിന് വിധേയപ്പെടുന്ന അനേകായിരം കോടി സൃഷ്ടികൾക്കിടയിൽ അതീവ ദുർബലരായ ഒരു സൃഷ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനുഷ്യർ. ആ ദുർബലതയെ മനസ്സിലാവുകയാണ് പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യന് തിരിയുക. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അറിവ് കൂടുകയല്ല ചെയ്യുക. അറിവ് കൂടുന്നുണ്ടാകാം, പക്ഷേ തിരിച്ചറിവ് എന്താണ് ഉണ്ടാവുക? ഞാൻ വളരെ ദുർബലനാണ്, പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രമല്ല. അങ്ങനെയായിരുന്നു മനുഷ്യൻ കുറെ കാലം ചിന്തിച്ചത്. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് മനുഷ്യൻ ചിന്തിച്ചിരുന്നു. പഴയ ശാസ്ത്രം അങ്ങനെയാണ്. നമ്മുടെ ദർസുകളിലൊക്കെ തശ്രീഹുൽ അഫ്ലാഖ് എന്ന് പറഞ്ഞ പഴയ ശാസ്ത്ര പുസ്തകങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ആ ശാസ്ത്ര പുസ്തകങ്ങളിലൊക്കെ പിന്നെ ഭൂമിയുടെ ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളത് ഭൂമിയാണ്. എർത്ത് സെൻട്രിക് പ്രപഞ്ചം, ഭൂമിയാണ് മധ്യത്തിലുള്ളത്. ഭൂമിയുടെ ചുറ്റുഭാഗത്താണ് ബാക്കിയുള്ളവയൊക്കെ ഉള്ളത് എന്ന ഒരു സങ്കല്പമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇന്നങ്ങനെയല്ല എന്ന് നമുക്കറിയാം. ഇന്ന് സ്കൂൾ പഠിക്കുന്നവർക്കൊക്കെ അറിയാം. ഭൂമി അതിനിസ്സാരമായ ഈ പ്രപഞ്ചത്തിലെ ഈ പറഞ്ഞ 1 ശേഷം 21 പൂജ്യം ഇട്ടാൽ അത്രയുമുള്ള നക്ഷത്രങ്ങൾക്കിടയിലെ ഒരു നക്ഷത്രം മാത്രമായ സൂര്യൻ, ആ സൂര്യനോടൊപ്പം ചുറ്റി സഞ്ചരിക്കുന്ന സൂര്യൻ എന്ന വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായി കറങ്ങുന്ന 5-8 ഗ്രഹങ്ങളിൽ ഒരു ചെറിയ ഗ്രഹം മാത്രം ആണ് നമ്മളെ ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പം പ്രപഞ്ചം എത്രമാത്രം വിശാലാണ്. ഈ ഭൂമിയിലെ മണൽത്തരികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ ഒരു മണൽത്തരിയുടെ പരിഗണന പോലും ഭൂമിക്ക് നൽകാൻ കഴിയുമോ എന്ന കാര്യം തർക്കാണ്. അതായത് ഭൂമിയിലെ മണൽത്തരികളുടേത് അത്രയും
എണ്ണമുണ്ട് പ്രപഞ്ചത്തിലെ ഖഗോള വസ്തുക്കളെങ്കിൽ അവകൾക്കിടയിലെ ഒരു ചെറിയ തരിയുടെ അത്ര വലിപ്പമുണ്ടോ ഭൂമി എന്ന കാര്യം പോലും തർക്കാൻ. അത്രയും ചെറുതാണ് ഈ ഭൂമി. ആ ഭൂമിയിലെ അനേകായിരം സൃഷ്ടിജാലങ്ങൾക്കിടയിലെ ഒരു സൃഷ്ടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ. ആ ഭൂമിക്കുള്ള ആയുസിന്റെ വളരെ ചെറിയ കാലം മാത്രം ഭൂമിയിൽ അധിവസിച്ച ജീവി വിഭാഗമാണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ. ഈ ഭൂമിക്ക് 454 കോടി കൊല്ലം പഴക്കമുണ്ടെങ്കിൽ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യ വംശത്തിന് ആകമാനം 10-20,000 കൊല്ലം പഴക്കം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അറിയുന്നിടത്താണ് ഈ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് നമ്മൾ വളരെ ചെറുതാണ്. പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിന് വിധേയപ്പെട്ടിട്ടാണ്. പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിനെ ആരാധിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു പറയുന്ന ഒരു ആയത്താണ്, ഒരു വസ്തുവും തന്നെ ഇല്ല അള്ളാഹുവിനെ ഹംദ് ചെയ്യാതെ, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാതെ. അങ്ങനെ തന്നെയാ പറയുന്നത്. തങ്ങളുടേതായ ആരാധന എന്ന് പറയല്ല, ഹംദ് ചെയ്യുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ് അതാണ് നമ്മളെ ഹംദ് ചെയ്യൽ. സുബ്ഹാനല്ലാഹ് അതാണ് തസ്ബീഹ് ചെല്ലൽ. എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഹംദ് ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തസ്ബീഹ് ചെല്ലുന്നു. വലാകിൻ പക്ഷേ എന്ത് ചെയ്യാൻ, ലാ തഫ്ഖഹൂന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, തസ്ബീഹഹും അവരെങ്ങനെയാണ് തസ്ബീഹ് ചെല്ലുന്നത് എന്ന്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രപഞ്ചത്തിലെ എന്താണ് മനുഷ്യന് മനസ്സിലായത്? പ്രപഞ്ചത്തെക്കുറിച്ച് എന്താണ് മനുഷ്യന് മനസ്സിലായത്? ഒന്നും മനസ്സിലാവാത്ത മനുഷ്യൻ, ഈ ചെറിയ മനുഷ്യൻ, ഈ ചെറിയ ഭൂമിയിലെ മനുഷ്യൻ ഈ ഇത്രയും വിശാലമായ പ്രപഞ്ചത്തിന്റെ ആരാധനയെ നിരാകരിക്കുന്നു. ആ പ്രപഞ്ചത്തിന് പിന്നിലുള്ള ശക്തിയെ തന്നെ നിരാകരിച്ച് കളയുന്നു. എന്തുമാത്രം യുക്തിരഹിതമാണത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇന്നതാണ് എന്ന് പറയുന്നതിൽ ഒരു ശരിയോ ശരികേടോ പറയാം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിശദീകരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു സൃഷ്ടാവൊന്നുമില്ല, ഈ പ്രപഞ്ചം അങ്ങനെ ആരാധനയൊന്നും നിർവഹിക്കുന്നില്ല, ഈ പ്രപഞ്ചം അങ്ങനെ യാദൃശ്ചികമായി അങ്ങ് ഉണ്ടായതാണ് എന്നൊക്കെ വിലയിരുത്തി കളയാൻ മാത്രം മനുഷ്യൻ ചെറുതായി പോവാൻ, മനുഷ്യൻ പഠിക്കും തോറും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ വിശാലതയിലേക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. വന്നജ്മു വശജറു യസ്ജുദാൻ. അപ്പോൾ എല്ലാ ഈ ഭൂമിയിലെ മുഴുവൻ സസ്യങ്ങളും, അതുപോലെ തന്നെ ഭൂമിയിലെ ചെറിയ സസ്യങ്ങളാണെങ്കിലും വലിയ സസ്യങ്ങളാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മരം നബി തങ്ങളുടെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്ത മുഅ്ജിസത്ത് നമുക്കറിയാലോ. മക്കത്ത് ചെന്നാൽ ഇപ്പോഴും മസ്ജിദു ഷജറ എന്ന് പറഞ്ഞിട്ടൊരു അവിടെ ഒരു പള്ളി കാണാൻ പറ്റും. മസ്ജിദു ഷജറ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തെ വിളിച്ചപ്പോൾ ആ മരം മെല്ലെ വന്നുകൊണ്ട് നബി തങ്ങളുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് മസ്ജിദു ഷജറ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റൊരിക്കൽ ടോയ്ലറ്റിൽ പോവാൻ തോന്നിയപ്പോൾ അവിടെ മറ ഇല്ലാതിരുന്നപ്പോൾ മറ്റൊരു മരത്തെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ആ മരം വന്നുകൊണ്ട് മറ ഉണ്ടാക്കിയിട്ട് ആ മറയുടെ അകത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യം നിർവഹിച്ചതിനെ കുറിച്ചും ഹദീസുകളിലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും വിധേയപ്പെട്ടുകൊണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും വന്നുകൊണ്ട് വിധേയപ്പെട്ടുകൊണ്ട് നിൽക്കാൻ മരം തയ്യാറായിട്ടുണ്ടെങ്കിൽ വന്നജ്മു വശജറു യസ്ജുദാൻ, പടച്ചറപ്പിന്റെ മുന്നിൽ അത് സദാ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പടച്ചറപ്പിനെ സദാ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എത്ര കാലം മുമ്പാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? 1400-1500 കൊല്ലത്തോളം പഴക്കമുള്ള പ്രസ്താവനയാണിത്. ഇതാ മരം, ഇങ്ങനെ മരത്തിൽ ജീവനുണ്ട്. സസ്യങ്ങളെ ഒരു ജീവി എന്നുള്ള നിലയിൽ പരിഗണിക്കാൻ തുടങ്ങിയത് പിൽക്കാലത്താണല്ലോ. സസ്യങ്ങളും ഇപ്പം പുതിയ കാലത്ത് സസ്യങ്ങൾ ജീവിയാണ്, ജീവനുള്ളവ തന്നെയാണ് എന്ന കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെടുത്താറുള്ളത്. എന്ന് മാത്രമല്ല, കരയുന്ന സസ്യങ്ങളെ കുറിച്ച് പോലും പഠനം നടത്തുന്ന കാലാണിത്. കരയുന്ന സസ്യങ്ങൾ, കണ്ണുനീർ പൊഴിക്കുന്ന സസ്യങ്ങളെ കുറിച്ച് ഉള്ള പഠനം നമുക്കറിയാം. അങ്ങനെയുള്ള സസ്യങ്ങൾ ഉണ്ട്. ഇരയെ അങ്ങനെ തന്നെ പിടിക്കുന്ന, ഇര വേരിലൂടെ ലഭിക്കാതെ പ്രാണികൾ വന്ന് പറ്റിപ്പിടിച്ചാൽ പ്രാണിയെ വിഴുങ്ങുന്ന സസ്യങ്ങൾ പോലും നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ സസ്യങ്ങൾ എന്നതൊരു ജീവിയാണ് എന്നൊന്നും മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു കാലത്താണ് സസ്യം, അത് തണ്ടുള്ളതാണെങ്കിലും തണ്ടില്ലാത്തതാണെങ്കിലും റബ്ബിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്ന പ്രസ്താവന അള്ളാഹു നടത്തിയത്. അതിനെ വേറെ ഒരു പ്രസ്താവനയാക്കിയിട്ട്
ഈ സൂറത്തിലെ 6-ാമത്തെ ആയത്താക്കിയിട്ട് അള്ളാഹു മാറ്റി. പക്ഷെ സൂര്യനെ പറഞ്ഞത് 5-ാമത്തെ ആയത്തിൽ വേറെയാണ്. അത് രണ്ടും വേറെ വേറെ പറയാനുള്ള കാരണവും ഇതാണ്. സൂര്യൻ എന്നത് അതുപോലെ ചന്ദ്രനാണെങ്കിലും ജീവൻ എന്ന് പറയുന്ന സാധനം ഇല്ല. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീവൻ എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഇല്ല. പക്ഷെ ജീവനില്ലെങ്കിലും പടച്ചറബിന് തസ്ബീഹ് ചെല്ലുന്നുണ്ട്, ജീവനില്ലെങ്കിലും പടച്ചറബിന് വിധേയപ്പെടുന്നുണ്ട്. അവയുടെ വിധേയപ്പെടലാണ് അവ സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ അവ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ ലക്ഷ്യം സദാ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഭൂനിവാസികൾ ഇത്രയും കാലമായി അവർ ഉണ്ടാക്കിയ സകല ഊർജങ്ങളുടെയും സമാനമായ ഊർജം ഒരു സെക്കൻഡിൽ, ഓരോ സെക്കൻഡിലും 4 ബില്യൺ കൊല്ലമായി സൂര്യൻ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും 4 ബില്യൺ കൊല്ലക്കാലമായിട്ട് ഭൂമിയിൽ ഇന്ന് വരെ മനുഷ്യൻ ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ഊർജം ഓരോ സെക്കൻഡിലും ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് പറഞ്ഞതാണ്, ഭൂനിവാസികൾ മനുഷ്യന്മാർ ഇത്രയും കാലമായിട്ട് സൂര്യൻ ഒരു സെക്കൻഡിൽ പുറപ്പെടുവിച്ച എനർജി സമ്പൂർണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളെ ദുർബലതയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. സൂര്യൻ ഒരിക്കലും പടച്ചവനോട് പറഞ്ഞില്ല, ഞാൻ തളർന്നുപോയി, ഞാൻ ഇങ്ങനെ ഓരോ മണിക്കൂറിലും 1,00,000-ലധികം കിലോമീറ്റർ വേഗതയിൽ ഓടിയിട്ട് ഞാൻ തളർന്നുപോയി എന്ന് സൂര്യൻ പറഞ്ഞില്ല. നമ്മൾ ഉദാഹരണമല്ലോ, സൂര്യൻ ഇപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് റബ്ബ് കണക്കാക്കിയ ഒരു പരിധി വരെ, ഒരു സമയം വരെ, ഒരു സ്ഥലം വരെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമജ്ഞാനിയായ റബ്ബിന്റെ കണക്കാക്കലാണത്. അവനാണത് കണക്കാക്കിയിട്ടുള്ളത്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. എല്ലാം നാം കൃത്യമായിട്ട് തന്നെയാണ് കണക്കാക്കി വെച്ചിട്ടുള്ളത് എന്ന് പടച്ചറബ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പുതിയ കാലത്ത് ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് എവിടെ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് എവിടെ നമ്മൾ നോക്കിയാലും അതിൻ്റെ പിന്നിൽ കൃത്യമായ കണക്കുണ്ട്. അതുകൊണ്ട് ആളുകൾ പറയാറുണ്ട്, സയൻസിന്റെ മേഖലയിലൊക്കെ പഠിക്കുന്ന ആളുകൾ പറയാറുണ്ട്, ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്ന ഒരു ഭാഷ ഉണ്ടെങ്കിൽ അത് കണക്കാണെന്ന് പറയാറുണ്ട്. കാരണം കണക്ക് എവിടെയും മാറൂലല്ലോ. രണ്ടും എല്ലാ ഭാഷക്കാർക്കിടയിലും 4 തന്നെയാണ്, അത് മാറൂല. കണക്കങ്ങനെ മാറാതിരുന്നത് ഈ പ്രപഞ്ചത്തിൽ കൃത്യമായ കണക്കുള്ളത് കൊണ്ടാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച കണക്ക് അത്രമേൽ കൃത്യമാണ്. അതുകൊണ്ടാണ് ഇത് ഫൈൻ ട്യൂൺഡ് എന്ന് പറയുന്നത്. കൃത്യമായ ആസൂത്രണത്തിലാണ് പ്രപഞ്ചം സംവിധാനിക്കപ്പെട്ടത് എന്ന് പ്രപഞ്ചത്തിലേക്ക് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. ആ നിരീക്ഷണത്തിനിടയിലും നമുക്കുപകാരം ചെയ്യുന്ന വസ്തുക്കളെ കുറിച്ചെങ്കിലും നമ്മൾ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കണം. മറ്റുള്ളതൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളായിരിക്കാം, പക്ഷെ അതെങ്ങനെയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാകും. സൂര്യന്റെ തൊട്ടപ്പുറത്തുള്ള പ്രോക്സിമ സെഞ്ചൂറിയോ എന്ന് പറയുന്ന നക്ഷത്രമാണ് സൂര്യന്റെ തൊട്ടപ്പുറത്തുള്ള നക്ഷത്രം എന്നാണ് പറയുന്നത്. ആ നക്ഷത്രത്തെക്കുറിച്ച് മനുഷ്യന് പഠിക്കാൻ തന്നെ കഴിയില്ല. കാരണം ആ നക്ഷത്രം ഈ സൂര്യനിൽ നിന്ന് പിന്നെയും 3 കോടി സൂര്യൻ അകലെയാണ്. 3 കോടി സൂര്യൻ അകലെയാണ് സൂര്യന്റെ തൊട്ടടുത്തുള്ള നക്ഷത്രം എന്നാണ്. അതായത് ആ നക്ഷത്രത്തിലേക്ക് എത്തണമെങ്കിൽ 3 കോടി സൂര്യനുകളെ വിട്ടുകിടക്കുന്ന അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചാലാണ് തൊട്ടടുത്ത നക്ഷത്രത്തിലേക്ക് പോലും നമുക്ക് എത്താൻ പറ്റുക. അപ്പൊ അതിനെക്കുറിച്ചൊന്നും പഠിക്കാനാണ്. അതുകൊണ്ടാണ് മനുഷ്യനോട് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ള സൂര്യൻ, നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ള ചന്ദ്രൻ, അതിനെക്കുറിച്ചെങ്കിലും നിങ്ങൾ പഠിച്ച് അത് ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ വിളക്കുകൾ കൊണ്ടാണ് അലങ്കരിച്ചത് എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു പരാമർശം നടത്തുന്നുണ്ടല്ലോ. വിളക്കുകൾ കൊണ്ടാണ് അലങ്കരിച്ചത്. രാത്രിയായാൽ നമുക്കറിയാം, ഈ വന്നജ്മു എന്ന് പറയുന്ന തഫ്സീറിൽ തണ്ടില്ലാത്ത സസ്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ അതിന്റെ തഫ്സീർ നക്ഷത്രങ്ങൾ എന്ന് കൂടിയാണ്. നക്ഷത്രങ്ങളെ കുറിച്ച് നമ്മൾ മൊത്തത്തിൽ ആലോചിച്ചാൽ ഏകദേശം ഒരു 10,000 നക്ഷത്രമാണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നും പോയി നോക്കിയാൽ മനുഷ്യനാകെ കാണാൻ പറ്റുക. അതിലപ്പുറം നക്ഷത്രം കാണാൻ കഴിയില്ല. ഇത്രയും നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റിയ ഏകദേശം 10,000 നക്ഷത്രമാണ് പരമാവധിയിൽ. സാധാരണ രൂപത്തിൽ 2,500 നക്ഷത്രങ്ങളെ മാത്രമാണ് നമ്മൾ കാണുക. പരമാവധി കാണുക 10,000. പിന്നെ ടെലസ്കോപ്പും ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നിരീക്ഷിച്ചിട്ടാണ് മനുഷ്യൻ ഇത്രയും എണ്ണം ഉണ്ട് എന്ന കണക്കിലേക്ക് മനുഷ്യനെത്തിയത്. അല്ലാതെ എല്ലാ നക്ഷത്രങ്ങളെയും നോക്കി ഉറപ്പിച്ചിട്ടല്ല, കണക്ക് വെച്ചിട്ട് എത്തിയതാണ്. അതിൽ പല നക്ഷത്രങ്ങളും അവിടെ ഉണ്ടോ എന്ന് പഠിക്കുമ്പോഴേക്ക് മനുഷ്യന്റെ ജീവിതായുസ്, ഒരു മനുഷ്യന്റെ അല്ല മുഴുവൻ മനുഷ്യരുടെയും ജീവിതായുസ് തന്നെ തീരും. കാരണം എന്താ, ചില നക്ഷത്രങ്ങളൊന്നും ഇപ്പൊ അവിടെ ഉണ്ടാവണമെന്നില്ല. ചില
നക്ഷത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട വെളിച്ചം ഭൂമിയിലെത്താൻ പ്രകാശവർഷം അനുസരിച്ച് നോക്കുമ്പോൾ 25,000 കൊല്ലവും 1,00,000 കൊല്ലമൊക്കെ കഴിയും. അപ്പം നമ്മൾ കാണുന്ന ചില ആകാശത്ത് കാണുന്ന ചില നക്ഷത്രങ്ങൾ ഇപ്പൊ അവിടെ ഉണ്ടോ ഇല്ലേ അറിയില്ല. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് 1,00,000 വർഷം മുമ്പുള്ള ചില നക്ഷത്രങ്ങളെയാണ്, 25,000 വർഷം മുമ്പുള്ള നക്ഷത്രത്തെയാണ്. കാരണം അതിൽ നിന്ന് വെളിച്ചം പുറപ്പെട്ട് ഇവിടെ എത്തണമെങ്കിൽ 1,00,000 വർഷം വേണം. സൂര്യനിൽ നിന്ന് തന്നെ പുറപ്പെട്ടിട്ട് ഇവിടെ വെളിച്ചം എത്തണമെങ്കിൽ ഏകദേശം 10 മിനിറ്റ് വേണം. അപ്പൊ ആ നക്ഷത്രമൊക്കെ ആദം നബി അലൈഹിസ്സലാമിനൊക്കെ മുമ്പ് പുറപ്പെട്ട മനുഷ്യ വംശം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് പുറപ്പെട്ട നക്ഷത്രങ്ങളുടെ വെളിച്ചമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെയൊക്കെ സൃഷ്ടാവിനെ നിരാകരിക്കാനും നിഷേധിക്കാനും പോകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഈ സൂര്യനെ കണ്ട് അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ച്, ഈ ചന്ദ്രനെ കണ്ട് അത് നൽകുന്ന ഉപകാരങ്ങൾ ഉപകാരപ്പെടുത്തി, ഈ തണ്ടില്ലാത്ത സസ്യവും തണ്ടുള്ള സസ്യങ്ങളും നൽകുന്ന പിന്നെ പഴങ്ങൾ ഭക്ഷിച്ച് അവ നൽകുന്ന ഫലങ്ങളിലൂടെ ആഹരിച്ച് നിങ്ങൾ ഇവയുടെയൊക്കെ സൃഷ്ടാവിനെ നിരാകരിക്കുകയാണോ? ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാനും തള്ളിക്കളയാനും കഴിയുക എന്ന് പടച്ച റബ്ബ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച, പിന്നെ നഖൽ, പിന്നെ ഈത്തപ്പഴത്തെ പ്രത്യേകമായിട്ടും ഔഷധ ചെടികളെ, മണമുള്ള ചെടികളെ ഒക്കെ പ്രത്യേകമായിട്ട് തന്നെ ഈ സൂറത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാവാം. ഏതായാലും പടച്ച റബ്ബ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കാൻ, അതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, അതിനൊക്കെ നന്ദിയുള്ളവരായി ജീവിക്കാൻ, നമ്മുടെ ദുർബലതയും നമുക്ക് റബ്ബിനോടുള്ള വിധേയത്വവും മനസ്സിലാക്കി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഒന്നുകൂടി അർത്ഥം, അശംസു സൂര്യനും വൽ ഖമറു ചന്ദ്രനും ബിഹുസ്ബാൻ കൃത്യമായ കണക്കിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വന്നജമു തണ്ടില്ലാത്ത സസ്യവും വശജറു തണ്ടുള്ള സസ്യങ്ങളും തണ്ടുള്ള മരങ്ങളും യസ്ജുദാൻ അല്ലാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നു. ഇതാണ് 5-6 ആയത്തുകളുടെ അർത്ഥം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ പറഞ്ഞത് കേട്ടത് ഇരുന്നത് ചർച്ച ചെയ്തത് എല്ലാം നീ കബൂലാക്കണേ അല്ലാ. അപാകതകളും പോരായ്മകളും പരിഹരിച്ച് കബൂലാക്കണേ അല്ലാ. തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കി തരണേ അല്ലാ. തെറ്റുകൾ ചെയ്യാത്ത ശിഷ്ടകാല ജീവിതം തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഭൗതികമായ ഞങ്ങളുടെ മുറാദുകളിൽ ഹലാലായ ഖൈറായ നിലയിൽ സാധിപ്പിച്ച് തരണേ അല്ലാ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇസ്ലാമിനെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന, ശിഥിലീകരിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഇസ്ലാമിക ലോകത്തിന് നീ ഐക്യവും ഭദ്രതയും സമാധാനവും പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത്, ഖൈറായ കലിമയുച്ചരിച്ചാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസുകളെ ഖബൂലാക്കണേ അല്ലാ.
ഞങ്ങളെ റമദാനിനെ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഓരോ റമദാനിലും പുതിയ നല്ല പാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നിൻ്റെ കലാമിനെക്കുറിച്ച് ആഴത്തിലറിയാൻ, പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ സൃഷ്ടിച്ചു വെച്ച ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, അതിന് നന്ദിയുള്ളവരായി ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, അതിന് സബബാകുന്ന മജ്ലിസുകളായി ഓരോ ദിവസത്തെ ഞങ്ങളെ മജ്ലിസുകളെയും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله. اللهم إني أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين.